IPL 2026 ഹാഫ് വേ ലൈൻ കടന്നിരിക്കുന്നു. ഇനിയുള്ളതെല്ലാം പ്ലേ ഓഫിലേക്കുള്ള കൂട്ടപ്പൊരിച്ചിലുകളാണ്. പൊതുവെ എല്ലാ സീസണുകളിലും 1-2 ടീമുകൾ നേരത്തെ പ്ലേ ഓഫ് ഉറപ്പിക്കുകയും അവശേഷിക്കുന്ന 2-1 സ്പോട്ടുകൾക്കായി 5-6 ടീമുകൾ പോരാടുകയും ചെയ്യുന്നതാണ് നാം കാണാറുള്ളത്. അപ്പോൾ ചോദ്യം ഇതാണ്: ടീമിനെ ആകെ മാറ്റി ട്രാൻസ്ഫോർമേഷൻ ഒരുങ്ങുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന് പ്ലേ ഓഫ് സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്രത്തോളമുണ്ട് നോക്കാം. 8 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റ് മാത്രം, അഥവാ 5 തോൽവി 3 ജയം. പൊതുവെ IPL പ്ലേ ഓഫ് സേഫാകുന്ന മാർക്ക് എന്ന് പറയുന്നത് 16 പോയിൻ്റാണ്. പൊതുവെ അടുത്ത സീസണുകളിലൊന്നും 16 പോയിന്റ് കിട്ടിയ ടീം പുറത്തായിട്ടില്ല. 10 ടീമുകളായതിനു ശേഷം 16 പോയിന്റ് ഒരു സേഫ് മാർക്കായി കണക്കാക്കാം. അപൂർവം സെനാരിയോകളിൽ 14 പോയിന്റുള്ള ടീമുകളും പ്ലേ ഓഫിലേക്ക് കടന്നിട്ടുണ്ട്. 2024 സീസണിലെ RCB ഉദാഹരണം. അന്ന് 4 ടീമുകൾ 14 പോയിന്റിൽ ഫിനിഷ് ചെയ്തപ്പോൾ നെറ്റ് റൺ റേറ്റിൻ്റെ ബലത്തിലാണ് RCB പ്ലേ ഓഫ് ഉറപ്പിച്ചത്. അതായത് സേഫ് മാർക്കായ 16 പോയിന്റിലെത്താൻ ചെന്നൈക്ക് ഇനിയുള്ള 6 മത്സരങ്ങളിൽ 5 എണ്ണം നിർബന്ധമായും വിജയിക്കണം. അഥവാ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ചെന്നൈക്ക് അതിനിർണായകമാണ്. ഗുജറാത്തിനെതിരായ മത്സരശേഷം ചെന്നൈക്ക് നീണ്ട ഇടവേളയാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത മത്സരം മെയ് 2-ന് ബദ്ധവരികളായ മുംബൈ ഇന്ത്യൻസുമായാണ്. ചെപ്പോക്കിൽ നടക്കുന്ന ഈ മത്സരത്തിൽ തീ പാറാൻ സാധ്യതയുണ്ട്. കാരണം സീസണിലെ പ്രതീക്ഷകൾ നിലനിർത്താൻ ഇനിയുള്ള മത്സരങ്ങൾ ഈ 2 ടീമുകൾക്കും നിർണായകമാണ്. പിന്നെയുള്ളത് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ എവേ ഗ്രൗണ്ടിലെ മത്സരമാണ്. അത് മെയ് 2-ന്. മെയ് 10-നും മെയ് 15-നും ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ ഹോം ആൻഡ് എവേ ആയി ബാക്ക് ടു ബാക്ക് മത്സരങ്ങളുമുണ്ട്. പിന്നീട് ഹൈദരാബാദിനെതിരെ ചെപ്പോക്ക്, ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ അഹമ്മദാബാദിൽ എന്നിങ്ങനെയാണ് മറ്റു മത്സരങ്ങൾ. സഞ്ജു സാംസണിൻ്റെ ഫോമും CSK പെർഫോമൻസും തമ്മിൽ ഈ സീസണിൽ ഒരു ബന്ധമുണ്ട്. കാരണം ചെന്നൈ വിജയിച്ച 3 മത്സരങ്ങളിൽ സഞ്ജു 2 എണ്ണത്തിലും സെഞ്ചുറി നേടി. കൊൽക്കത്തയ്ക്കെതിരെ വിജയിച്ച മത്സരത്തിലും സഞ്ജു 48 റൺസ് നേടിയിരുന്നു. ഇന്നലെ ഗുജറാത്തിനെതിരെ ഓപ്പണിംഗ് സഖ്യം പാളിയപ്പോൾ ചെറിയ സ്കോറിലേക്ക് ചെന്നൈ എത്തുന്നതും കണ്ടു. ആദ്യ പന്ത് മുതൽ ഗുജറാത്ത് ഡോമിനേറ്റ് ചെയ്ത മത്സരമായിരുന്നു ഇന്നലെ. 37 റൺസിന് 4 വിക്കറ്റ് പോയ ടീമിനെ 150 കടത്തിയത് ഋതുരാജ് ഗെയ്ക്വാദ് തന്നെയാണ്. എങ്കിലും 60 പന്തുകൾ ഫേസ് ചെയ്ത ഒരാൾ 74 റൺസ് നേടിയാൽ മതിയോ എന്നും ചോദിക്കാം. മറ്റൊരാളും ഋതുരാജിന് കാര്യമായ പിന്തുണ കൊടുത്തിട്ടുമില്ല. 17 പന്തുകൾ നേരിട്ട ശിവം ദുബെ 22 റൺസ് മാത്രമായിരുന്നു എടുത്തത്. 6 പന്തുകളിൽ 18 റൺസ് എടുത്ത ജാമി ഓവർട്ടൺ ഒരിക്കൽ കൂടി രക്ഷയ്ക്കെത്തുന്നതും കണ്ടു. അല്ലെങ്കിലും ഈ സീസണിൽ ഓവർട്ടണിൻ്റെ കാര്യമായ കോൺട്രിബ്യൂഷൻ ബാറ്റിങ്ങിലാണ്. 158 എന്നത് ഗുജറാത്തിന് യോജിച്ച സ്കോറായിരുന്നു, പ്രത്യേകിച്ചും ഗില്ലും സായ് സുദർശനും ചേർന്ന ഓപ്പണിംഗ് സഖ്യത്തിന്. അവർ അവരുടേതായ ഫ്ലോയിൽ കളിച്ചതോടെ ചെന്നൈ ബോളർമാർക്ക് ഒരു ഘട്ടത്തിൽ പോലും വെല്ലുവിളി ഉയർത്താനായില്ല. മറുവശത്ത് ടോസ് നേടി ഫീൽഡിംഗ് തെരഞ്ഞെടുത്ത ഗുജറാത്തിനായി മുഹമ്മദ് സിറാജും കഗിസോ റബാഡയും ജേസൺ ഹോൾഡറുമെല്ലാം ഗംഭീരമായി പന്തെറിഞ്ഞു. ഹാർഡ് ലെങ്ത്തിൽ പന്തെറിഞ്ഞ റബാഡ ഒരു പേസ് ബോളിംഗ് മാസ്റ്റർ ക്ലാസ് തന്നെയാണ് നടത്തിയത്. ആദ്യ ഓവർ മുതലേ ഒരു അപ്പർ ഹാൻഡ് ഗുജറാത്തിനുണ്ടായിരുന്നു. എന്നാൽ അതേ പിച്ചിൽ ജാമി ഓവർട്ടണും ഗർജൻപ്രീത് സിംഗുമെല്ലാം തല്ല് വാങ്ങുന്നതും നമ്മൾ കണ്ടു. മത്സരശേഷം ചെപ്പോക്കിലെ പിച്ച് എങ്ങനെ പെരുമാറുമെന്ന് തങ്ങൾക്ക് ഒരു ധാരണയുമില്ലായിരുന്നു എന്നാണ് ഋതുരാജ് പറഞ്ഞത്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും പിച്ച് ഏകദേശം എങ്ങനെയായിരിക്കുമെന്ന് ഒരു 60-70% ഉറപ്പായിരുന്നു. എന്നാൽ ഈ മത്സരത്തിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ശ്രമിച്ചപ്പോഴേക്കും സമയം ഏറെ വൈകി. ഋതുരാജ് മത്സരശേഷം തുറന്നു പറഞ്ഞു. ബാറ്റിങ്ങിലെ തൻ്റെ മെല്ലെപ്പോക്കിനെക്കുറിച്ചും ഋതുരാജ് വാചാലനായിട്ടുണ്ട്. ആദ്യത്തെ ടൈമൗട്ട് സമയത്ത് കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ് ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. പോസിറ്റീവായി കളിക്കാനും ആക്രമിച്ചു കളിക്കാനുമാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ ചില സമയങ്ങളിൽ ഞാൻ ഫുൾ പേസ് ഡെലിവറി കാത്തിരിക്കുമ്പോൾ പന്ത് അപ്രതീക്ഷിതമായി പൊങ്ങി. മറ്റു ചിലപ്പോൾ തൊട്ടു മുമ്പത്തെ പന്തിൻ്റെ അതേ വേഗതയോ സ്വഭാവമോ പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ പന്തൊന്നുകിൽ അതിവേഗത്തിൽ വരുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ബൗൺസ് ചെയ്യുന്നു. അതുമല്ലെങ്കിൽ തീരെ ബൗൺസ് ഇല്ലാതെ വരുന്നു. ഇത്തരത്തിൽ പിച്ചിൻ്റെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ ബാറ്റിംഗ് പ്രയാസകരമാക്കി. ഋതുരാജ് ബാറ്റിങ്ങിനെക്കുറിച്ച് വിശദീകരിച്ചത് ഇങ്ങനെയാണ്: എന്തായാലും ഈ സീസണോടെ ഋതുരാജിൻ്റെ ക്യാപ്റ്റൻസിക്ക് ഇളക്കം തട്ടാൻ തന്നെയാണ് സാധ്യത, അല്ലെങ്കിൽ മിറാക്കിളുകൾ സംഭവിക്കണം. അതിനിടെ ധോണിയുടെ പരിക്ക് കൂടുതൽ വഷളായിട്ടുണ്ടെന്നും സ്റ്റീഫൻ ഫ്ലെമിംഗ് പറയുന്നു. കാലിലെ പേശിക്കേറ്റ പരിക്ക് ഭേദമായി വരുന്നതിനിടെ ഒരു വാമപ്പ് മത്സരത്തിൽ ഇത് വീണ്ടും വഷളായതാണ് വിശദീകരണം. ധോണിയുടെ മടങ്ങിവരവിനെക്കുറിച്ച് കൃത്യമായ ഒരു തീയതി ഇനിയുമായിട്ടില്ല. ആവേശത്തിനപ്പുറം ഒരു ടീം എന്ന നിലയിൽ പെർഫോം ചെയ്യാതെ ചെന്നൈക്ക് ഈ സീസണിൽ രക്ഷയില്ല എന്നർത്ഥം.